പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരുടെ കൈമാറാൻ കർത്താവ് ഒരുക്കിയ നൽകി തന്നൊരു ദൂത് ദൈവവചന ഭാഗം വായിക്കുന്നു. 75-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആസഫിൻ്റെ ഒരു സങ്കീർത്തന ഭാഗമാണെന്ന് വായിച്ചു കേട്ടത്. ആസഫ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി എന്ന വണ്ണം വിശ്വാസത്തോടെ പറയുന്ന വാക്കുകളാണ്. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഈ പ്രാരംഭ സെക്കൻഡുകളിൽ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങൾ മറുപടി ലഭ്യമാകുമോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നൊക്കെ ഒരു ആശങ്ക, ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടാകാം. ഇന്ന് അതിന് പരിശുദ്ധാത്മാവ് നൽകി തരുന്നൊരു മറുപടിയാണ് സമയം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആ വിഷയത്തിന് മറുപടി തരാൻ ഒരു സമയമുണ്ട്. പ്രൈസ് ഗോഡ്. നേരോടെ വിധിക്കുന്നൊരു ദൈവം. നാളിതുവരെ പ്രാർത്ഥിച്ച, നാളിതുവരെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച, കരഞ്ഞ വിഷയങ്ങളെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഞാൻ പ്രാരംഭ സമയങ്ങളിൽ കൈമാറുന്നു. ദൈവം അതിന് മറുപടി തന്ന് ആദരിക്കുന്ന ഒരു സമയമുണ്ട്. ഇവിടെ 1-ാമത്തെ വേദഭാഗവും ആസഫ് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്: ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്റെ നാമം അടുത്തിരിക്കുന്നു. അടുത്ത പദം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അതിശയ പ്രവർത്തികളെ ഘോഷിച്ച് സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായി ദൈവിക സമയത്തിൽ ദൈവം നിശ്ചയിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ താങ്കളുടെ വിഷയത്തിനകത്ത് ഒരു വലിയ മറുപടികൾ ചലിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമുക്കൊരു സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നാം വെച്ചിരിക്കുന്ന ഒരു കാലപരിധിയുണ്ട്, ഒരു സമയപരിധിയുണ്ട്. എന്നാൽ അതേ വിഷയത്തിന് തന്നെ ദൈവത്തിന് ഒരു സമയമുണ്ട് മറുപടി തരുവാൻ വേണ്ടി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാം എന്ന ദൈവമനുഷ്യനെ വിളിക്കുന്ന മാത്രയിൽ തന്നെ ദൈവം ആ മനുഷ്യനോട് സംസാരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: അബ്രഹാമേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേർ വലുതാക്കും എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുമെന്നും കടൽ തിരയിലെ മണൽ തരിവുല പോലെ വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദത്തം കൊടുക്കുന്നു. 75-ാമത്തെ വയസ്സിൽ കിട്ടിയ വാഗ്ദത്ത വാക്യങ്ങൾ അല്ലെങ്കിൽ ദൈവശബ്ദം ഒരു പ്രവാചകൻ മുഖാന്തരമോ ഒരു ഇടനിലക്കാരൻ മുഖാന്തരമോ ഒന്നും പറഞ്ഞതല്ല, നേരിട്ട് സാക്ഷാൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ച ഭാഗം. എന്നാൽ 75-ാമത്തെ വയസ്സിൽ കാത്തിരിക്കാൻ തുടങ്ങി. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ മുൻപോട്ട് പോകുമ്പോൾ അബ്രഹാമിന് ചോദ്യമുണ്ട്: ദൈവമേ, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടല്ല, നിന്റെ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചു. ദൈവശബ്ദത്തിന് പുറകെയാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവ് എന്തു പറഞ്ഞാലും, ദൈവം എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ്. ഞാൻ അതിനുവേണ്ടി വിധേയപ്പെടുന്നു എന്ന് അബ്രഹാമിന് പറയാം. എന്നാൽ മുൻപോട്ട് വരുമ്പോൾ അബ്രഹാമിന് തന്നെ സംശയമുളവാകുന്ന നിലയിൽ 75 കഴിഞ്ഞു, 76 കഴിഞ്ഞു, 80 കഴിഞ്ഞു. നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ നിരാശകൾ ഹൃദയത്തിനകത്തും ഭാരങ്ങൾ ഹൃദയത്തിനകത്തും ഉടലെടുക്കുവാൻ തുടങ്ങി. 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതിനാണ്: അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് ചോദിക്കുമ്പോൾ പോലും അബ്രഹാമിന് തിരിച്ചുള്ളൊരു ചോദ്യം: ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ അനന്തരാവകാശി, എൻ്റെ അവകാശി ദമ്മശേഖുകാരനായ ആകുമോ എന്ന് ചോദിക്കുന്നു. അർത്ഥം, ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി, ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയിട്ട് സമയങ്ങളേറെയായി. എന്നാൽ അതിന് തക്കവണ്ണമായ ഒരു മറുപടി ലഭ്യമാകുന്നില്ല, മറുപടി കരത്തിൽ ലഭിക്കുന്നില്ല.
വല്ലാതെ നിരാശ, വല്ലാത്ത ഭാരം, വല്ലാതെ നിരാശയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ അബ്രഹാം ചിന്തിച്ചൊരു സമയമല്ല ദൈവത്തിൻ്റെ സമയം. ആസഭം പറയുന്നത് സമയം വരുമ്പോൾ നേരോടെ വിധിക്കും. അതിനർത്ഥം ദൈവത്തിന് ആ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ടെന്നാണ്. പ്രൈസ് ഗോഡ്. അതിനർത്ഥം എന്നെങ്കിലും ആമേൻ നടന്നേലായി എന്നല്ല, നിശ്ചയമായി ദൈവത്തിന് അങ്ങ് അനുഭവിക്കുന്ന, അങ്ങ് പ്രാർത്ഥിക്കുന്ന, അങ്ങ് ദൈവസന്നിധി വെച്ചിരിക്കുന്ന ആ വിഷയത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട് എന്നുള്ളത് തന്നെ ഉറച്ച് ആമേൻ ഉറപ്പോടെ ദൈവാത്മാവ് കൈമാറുകയാണ്. എന്നാൽ മുൻപോട്ട് വരുമ്പോൾ 75 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 85 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 95, 98, 99 കഴിഞ്ഞപ്പോഴും അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ കാര്യം. സാറയുടെ ശരീരത്തിനകത്തൊരു നിർജീവാവസ്ഥ വെളിപ്പെട്ടു. അതിനു മുൻപ് പറഞ്ഞാൽ തന്നെ അബ്രഹാം വെച്ചിരിക്കുന്ന ഒരു സമയപരിധി കഴിഞ്ഞപ്പോഴാണ് ഹാഗറിന്റെ അടുക്കിലേക്ക് സാറ പറഞ്ഞു വിടുന്നത്. ഇത് മാനുഷികമായ സമയപരിധി കഴിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ വചനാടിസ്ഥാനത്തിൽ ഞാൻ കൈമാറുന്നു. നമ്മൾ വെച്ചൊരു സമയപരിധിയും നമ്മൾ വെച്ചൊരു സമയത്തിന്റെ കാലവും കഴിഞ്ഞപ്പോൾ നിരാശ കൊണ്ട് ഇനിയും ഇത് നടക്കുമോ, ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മറ്റു പല മേഖലകളിലേക്കും നാം ശ്രദ്ധ വെക്കുമ്പോൾ, നാം പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുന്നു, വെയിറ്റ് ചെയ്യുക. ദൈവത്തിനൊരു സമയമുണ്ട് വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ. നമ്മൾ നമ്മുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല, നമ്മൾ നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുക്കാനല്ല, ദൈവത്തിന് ആ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. അത് നിശ്ചയമായും അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്, എൻ്റെ പ്രായം മുൻപോട്ട് പോകുന്നില്ലേ, വർഷങ്ങൾ മുൻപോട്ട് പോകുന്നില്ലേ, നാളിതുവരെ പ്രാർത്ഥിച്ചില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകാം. എന്നാൽ നിശ്ചയമായി കൃത്യസമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, കൃത്യസമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആസബ് പറയുകയാണ്, ഇന്ന് ഈ പ്രവചന ശബ്ദമായി ആ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ കൈമാറുന്നു. സമയം വരുമ്പോൾ നാം സ്തോത്രം നേരോടെ വിധിക്കാൻ, സമയം വരുമ്പോൾ ആ വിഷയത്തിനകത്ത് മറുപടി തരാൻ, സമയം വരുമ്പോൾ എൻ്റെ വിഷയത്തിനകത്ത് ഇറങ്ങി നിൽപ്പാൻ ദൈവം സന്നദ്ധനാണ്. അതുകൊണ്ട് തളർന്നു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിശ്ചയമായ വിഷയത്തിന്റെ മേൽ, നിശ്ചയമായ കരച്ചിലിന്റെ മേൽ, നിശ്ചയമായ അപേക്ഷയുടെ മേൽ ദൈവിക മറുപടികൾ വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്തവ്യ വചനങ്ങളാൽ നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.